ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു R4I. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ഇവൻ്റ് ആയിരുന്നു RBI മോണിറ്ററി കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് ഔട്ട്കം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് 25 ബേസിസ് പോയിന്റ്, അതായത് 0.25% ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൊണ്ട് ലെൻഡിംഗ് ബാങ്കുകളെ സഹായിക്കാൻ RBI തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസം 6.5 എന്ന റേറ്റിൽ നിന്നും 6.25 ആയിട്ട് കുറച്ച ഇൻട്രസ്റ്റ് റേറ്റാണ് ഇപ്പോൾ വീണ്ടും 0.25 കുറച്ചുകൊണ്ട് 6% എന്ന ലെവലിലേക്ക് താഴ്ത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ RBI ഗവർണറായിട്ടുള്ള സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ കമ്മിറ്റി ഏകപക്ഷീയമായിട്ടാണ് ഈ ഒരു തീരുമാനമെടുത്തത്. അവിടെ യാതൊരുവിധ എതിർപ്പും ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഫ്യൂച്ചർ എക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ GDP ഗ്രോത്ത് എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ ഗ്ലോബൽ എക്കണോമിക് കണ്ടീഷനിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു അൺസർട്ടനിറ്റി പൊതുവെ GDP ഗ്രോത്തിനെ ബാധിക്കുമെന്ന് അനലിസ്റ്റുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ അടിവരയിടുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് RBI ഗവർണർ പറഞ്ഞിട്ടുള്ളത്. അതായത് GDP ഗ്രോത്ത് എസ്റ്റിമേറ്റ് FY26 6.5% എന്ന ലെവലിലേക്ക് 6.7 നിന്നും താഴ്ത്തിയിട്ടാണ് RBIയുടെ പ്രൊജക്ഷൻ. FY26 Q1 6.5%, Q2 6.7%, Q3 6.6%, അതുപോലെ Q4 6.3%, ഓവറോൾ 6.5%. അപ്പോൾ അവിടെ ഒരു 0.2% ഒരു കുറവ് GDP ഗ്രോത്തിൽ RBI പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കുറച്ചുകൂടി പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം RBI ഗവർണർ പങ്കുവെച്ചത് നമ്മുടെ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ RBIയുടെ ഒരു പ്രൊജക്ഷൻ FY26 ഇൻഫ്ലേഷൻ 4.2% ആയിരുന്നു. പക്ഷെ അത് കുറച്ചിട്ട് ഇപ്പോൾ 4%ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ Q1 3.6%, Q2 3.9%, Q3 3.8%, Q4 4.4%. അപ്പോൾ അങ്ങനെ ഓവറോൾ 4% എന്നുള്ള ആ ഒരു കംഫർട്ടബിൾ ലെവലിലുള്ള ആ ഒരു ഇൻഫ്ലേഷനിലേക്ക് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ളത് RBI അവരുടെ മോണിറ്ററി സ്റ്റാൻസ് അക്കോമഡേറ്റീവ് എന്ന ലെവലിലേക്ക് മാറ്റി. ന്യൂട്രലിൽ നിന്നും അക്കോമഡേറ്റീവ് ലെവലിലേക്ക് മാറ്റി. അപ്പോൾ എന്താണ് ഈ അക്കോമഡേറ്റീവ് ലെവൽ, എന്താണ് ന്യൂട്രൽ ലെവൽ? ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBI ആകട്ടെ, അതിൽ അമേരിക്കയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള ഫെഡറൽ റിസർവ് ആകട്ടെ, ഏത് രാജ്യത്തിൻ്റെ അവരുടെ സെൻട്രൽ ബാങ്ക് എപ്പോഴും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവരൊരു സ്റ്റാൻഡ് എടുക്കും. അതിപ്പോൾ സാമ്പത്തിക സ്ഥിതി മോശമാകട്ടെ നല്ലതാവട്ടെ, അവിടെ കയ്യും കെട്ടി രാജ്യത്തിൻ്റെ ഈ ഒരു പരമോന്നത ബാങ്ക് ഒരിക്കലും നോക്കി നിൽക്കില്ല. അവരെ എപ്പോഴും മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു ഇടപെടൽ ഏത് എക്സ്റ്റെൻറ്റ് വരെ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നതിന് പൊതുവെ 3 നിലപാടുകളാണ് നമുക്ക് കാണാൻ കഴിയുക. അതിലൊന്നാണ് അക്കോമഡേറ്റീവ് സ്റ്റാൻസ്, മറ്റൊന്ന് ന്യൂട്രൽ സ്റ്റാൻസ്, മറ്റൊന്ന് ഹോക്കിഷ് സ്റ്റാൻസ്. അപ്പോൾ എന്താണ് ഈ 3 എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അക്കോമഡേറ്റീവ് സ്റ്റാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇടപെടാൻ തയ്യാറായിട്ട് ഈ സെൻട്രൽ ബാങ്ക് റെഡിയായി നിൽക്കുന്ന ഒരു സ്റ്റാൻഡിനെയാണ് നമ്മൾ അക്കോമഡേറ്റീവ് സ്റ്റാൻഡ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അവരെപ്പം റേറ്റ് കട്ടിനെ പറ്റി ആലോചിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമുക്കൊരു COVID-19 സമയത്ത് തുടർച്ചയായ 2 വർഷങ്ങളിൽ RBI ഒരു അക്കോമഡേറ്റീവ് സ്റ്റാൻഡാണ് എടുത്ത് അതിൻ്റെ അനുസരിച്ചിട്ട് RBI അതിൻ്റെ റേറ്റ് കട്ട് തുടർച്ചയായി നടത്തിക്കൊണ്ടേയിരുന്നിരുന്നു. എന്നാൽ പിന്നീട് അവർ ആ സ്റ്റാൻഡ് ന്യൂട്രലിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ ന്യൂട്രൽ സ്റ്റാൻഡിലേക്ക് ഈ നിലപാട് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ പറ്റി ആലോചിക്കില്ല. കാരണം മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ ഒരു ഭാഗത്തും, എന്നാൽ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് ഒരു ഭാഗത്തും ഡിമാൻഡ് ആവശ്യപ്പെടുന്ന അത്തരം സന്ദർഭങ്ങളിൽ പൊതുവെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് ഗവൺമെൻറ് എടുക്കുക. അവിടെ റേറ്റ് ഉയർത്തുകയും ചെയ്യില്ല, അതുപോലെ റേറ്റ് താഴ്ത്തുകയും ചെയ്യാതെ, ഒന്നും ചെയ്യാതെ അതിനെ വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള ഒരു അപ്രോച്ചിലായിരിക്കും അത്തരം സന്ദർഭങ്ങളിൽ ഈ സെൻട്രൽ ബാങ്ക് പെരുമാറുക. ഇതിനെയാണ് നമ്മൾ ന്യൂട്രൽ സ്റ്റാൻസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റാൻഡാണ് ഹോക്കിഷ് സ്റ്റാൻസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും മാർക്കറ്റ് വലിയ ഇൻഫ്ലേഷൻ കാരണം കഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളിലാണ് ഇത്തരം സ്റ്റാൻഡ് സെൻട്രൽ ബാങ്കുകൾ എടുക്കുക. അപ്പോൾ അവിടെ അവർ ഈ ഇൻഫ്ലേഷനെ കുറക്കുന്നതിനെ പറ്റി മാത്രമേ ആലോചിക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ മാർക്കറ്റിൽ പണത്തിൻ്റെ സപ്ലൈ കുറയും. ആ സപ്ലൈ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സാധനങ്ങളുടെ വില കുറയും. അപ്പോൾ പണത്തിൻ്റെ ഡിമാൻഡ് മാർക്കറ്റിൽ കുറക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് അത്തരം സ്റ്റാൻഡ് എടുക്കുമ്പോഴാണ് നമ്മൾ ഹോക്കിഷ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ USA ഫെഡറൽ റിസർവ് എടുത്തിട്ടുള്ള സ്റ്റാൻഡ് ഒരു ഹോക്കിഷ് സ്റ്റാൻഡാണ്.
അപ്പോൾ അതുകൊണ്ടാണ് റേറ്റ് കട്ടിനെ കുറിച്ചൊന്നും അവർ ഇപ്പോൾ ആലോചിക്കാത്തത്. അപ്പോൾ ഇപ്പോൾ RBI നിലവിൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അക്കോമഡേറ്റീവ് സ്റ്റാൻഡ് എടുത്തത് കാരണം തന്നെ റേറ്റ് കട്ടും അതേപോലെ മാർക്കറ്റ് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ RBI ആക്റ്റീവായിട്ട് ഇടപെട്ടുകൊണ്ട് ചെയ്യും എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഇനിയും റേറ്റ് കട്ട് ഉണ്ടാവാനുള്ള സാധ്യതയും നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു RBI റേറ്റ് കട്ട് പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പല മേഖലകളിലുള്ള സ്റ്റോക്കുകളിലും സെക്ടറുകളിലും തീർച്ചയായിട്ടും ഒരു ഗുണകരമാകുന്ന കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസ് സെഗ്മെൻറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റിപ്പോ റേറ്റ് കുറയുമ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ റേറ്റിൽ RBIയുടെ കയ്യിൽ നിന്നും പണം ബോറോ ചെയ്യാൻ പറ്റും. അതായത് ബോറോയിങ് കോസ്റ്റ് കുറയുകയാണ്. അപ്പോൾ ആ ബോറോയിങ് കോസ്റ്റ് കുറയുമ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കൂടും. അപ്പോൾ ഏതൊരു ബാങ്കിൻ്റെയും വരുമാനം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് മാർജിൻ കൂടുക എന്നുള്ളതാണ്. അതുകൂടാതെ ഇത്തരത്തിൽ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിന് ഇവർക്ക് ലോൺ കൊടുക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ക്രെഡിറ്റ് ഗ്രോത്തും വർദ്ധിക്കും. ഇത് സ്വാഭാവികമായിട്ടും ബാങ്കിങ് സെഗ്മെൻറ്റിൽ ഒരു ഉണർവുണ്ടാക്കാൻ ഇത് സഹായിക്കും. എന്നാൽ അവിടെ ലോൺ ഡെപ്പോസിറ്റ് റേഷ്യോ ഒരു സ്റ്റേബിളായി നിൽക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗുണകരമായ ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ബാങ്കുകൾ നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസിൽ വെക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല റിയൽ എസ്റ്റേറ്റും ഹൗസിംഗ് ഫിനാൻസ് സെഗ്മെൻറ്റിലാണ്. അപ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട പല കമ്പനികളെ സംബന്ധിച്ചോളം നമുക്കറിയാം ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. സ്വാഭാവികമായിട്ടും ആളുകൾ കൂടുതലായിട്ട് ഹൗസിംഗ് ലോൺ എടുക്കാൻ തയ്യാറാകും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് റിയൽ എസ്റ്റേറ്റിലും ഗുണം ചെയ്യും. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്കും ഹൗസിംഗ് ഫിനാൻസ് നൽകുന്ന കമ്പനികൾക്കും ഇത് പോസിറ്റീവായിട്ട് വരും. അപ്പോൾ അതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹൗസിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റോക്കുകളെ നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസിൽ വെക്കാവുന്നതാണ്. മറ്റൊരു ഗുണകരമാകുന്ന ഒരു മേഖല ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിലാണ്. കാരണം ചെറിയ EMIയിൽ വെഹിക്കിൾ ലോണുകൾ ലഭിക്കുമെന്നുള്ളതാണ് ഇവിടെ അതിൻ്റെ ഒരു ഗുണം. അതിൻ്റെ ഭാഗമായിട്ട് ഓട്ടോ സെയിൽസിൽ വർധനവുണ്ടാവും. പ്രത്യേകിച്ച് വലിയ എക്സ്പോർട്ട് അമേരിക്കയിലൊക്കെ ഒന്നും ഇല്ലാത്ത ഓട്ടോ കമ്പനികൾ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതിലിപ്പോൾ മാരുതി, അതുപോലെ മഹീന്ദ്ര, ഹീറോ മോട്ടോകോപ്പ്, ബജാജ് ഓട്ടോ, TVS മോട്ടോഴ്സ് പോലെയുള്ള കമ്പനികൾ തീർച്ചയായിട്ടും വെഹിക്കിൾ ലോൺ ഇൻട്രസ്റ്റ് കുറയുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന കമ്പനികളായിരിക്കും. മറ്റൊരു മേഖല ഇൻഫ്രാസ്ട്രക്ചർ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ആ ഒരു മേഖലയാണ്. കാരണം ഹൈ ഡെറ്റുള്ള കമ്പനികൾ, പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ പലതും വലിയ വലിയ പ്രൊജക്റ്റുകൾ വലിയ ഡെറ്റ് എടുത്തുകൊണ്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ലാർസൻ ആൻഡ് ടൂബ്രോ, NTPC പോലെയുള്ള പവർ പ്രൊജക്റ്റ് കമ്പനികൾ, ഇവരൊക്കെ വലിയ ഡെറ്റിലായിരിക്കും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് ബേർഡൻ വളരെ അധികമായിരിക്കും. അത് കുറക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് കഴിയുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല കൺസ്യൂമർ ഡിസ്ക്രിഷണറി മേഖലയാണ്. നമുക്കറിയാം നമ്മൾ പല പർച്ചേസുകളും മാറ്റിവെച്ചതുണ്ടാവും. അതായത് അത് ഒരു എമർജൻസി അല്ല, പിന്നീട് വാങ്ങാം, പണം കയ്യിലെത്തുമ്പോൾ വാങ്ങാം എന്ന രീതിയിൽ മാറ്റിവെക്കുന്ന പ്രൊഡക്റ്റുകൾ അത് ഇപ്പോൾ വാങ്ങാനുള്ള സാധ്യത കൂടും. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറവായതുകൊണ്ട് തന്നെ അവിടെ EMI കുറയുന്നത് കൊണ്ട് അത്തരം മേഖലയിലേക്ക് വാങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ എയർ കണ്ടീഷണർ, പ്രത്യേകിച്ച് വോൾട്ടാസ് പോലെയുള്ള കമ്പനികൾ, അതുപോലെ ഹാവൽസ് പോലെയുള്ള കമ്പനികൾ, അതുപോലെ തന്നെ ഹൗസിംഗ് സെഗ്മെൻറ്റിലുള്ള റിനോവേഷനൊക്കെ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഏഷ്യൻ പെയിൻറ്റ്സ് പോലുള്ള പെയിൻറ്റ് കമ്പനികൾ, ഇത്തരം കമ്പനികളൊക്കെ നമുക്കൊരു കൺസ്യൂമർ ഡിസ്ക്രിഷണറി മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് RBI MPC മീറ്റിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പങ്കുവെക്കാനുള്ള കാര്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.